നമസ്കാരം. BJPയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യ ദിനപത്രമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള ദീപിക ദിനപത്രം വലിയ ഒരു രംഗത്ത് വന്നിരിക്കുന്നു. വലിയ തോതിലുള്ള വിമർശനമാണ് BJPക്കെതിരെ ഇപ്പോൾ ദീപിക നടത്തിയിട്ടുള്ളത്. കേരളത്തിലൊഴികെ ന്യൂനപക്ഷങ്ങൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അരക്ഷിതാവസ്ഥയിലാണ്. ഛത്തീസ്ഗഡിലും ഒറീസയിലും അടക്കം കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന രാഷ്ട്രീയം മതേതര സമൂഹം ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വാക്കിലും പ്രവൃത്തിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള സാമ്യവും ബന്ധവുമില്ല എന്നാണ് ദീപിക ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർ അരക്ഷിതാവസ്ഥയിലാണ്. അതുകൊണ്ട് BJP കപട ന്യൂനപക്ഷ സ്നേഹം കാണിക്കുന്നു. അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണെന്ന് ഒരു ഭാഗത്തുകൂടി അവർ അവകാശപ്പെടുമ്പോൾ, മറുഭാഗത്തുകൂടി അവർ ന്യൂനപക്ഷങ്ങളെ വളരെ ഒളിഞ്ഞും തെളിഞ്ഞും അവർ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ദീപിക മുഖപ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും കന്യാസ്ത്രീകളല്ല ബന്ദി, മതേതര ഭരണഘടന എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും 2014 BJP അധികാരത്തിൽ വന്ന 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് മുഖപ്രസംഗത്തിൽ ദീപിക ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും BJPക്കെതിരെയുള്ള ഒരു വലിയ നിലപാടുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രം തന്നെ രംഗത്ത് വന്നത് കേരളത്തിലുൾപ്പെടെ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം തങ്ങളിലേക്ക് അടുക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ധ്വനി ജനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.